കൊച്ചി നഗരം ആഡംബരക്കാറുകൾ ചീറിപ്പായുന്ന രാത്രിയിലും പകൽ പോലെ തിളങ്ങുന്ന മഹാനഗരം. ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഫ്ളാറ്റുകളും കൊട്ടാര തുല്യമായ വീടുകളും നിറഞ്ഞ ആ നഗരത്തിന്റെ ഒരു ഇരുണ്ട കോണിൽ മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന പഴയൊരു വാടക വീട്ടിലായിരുന്നു 25-കാരിയായ അമൃതയുടെ താമസം. പുറത്ത് നഗരം അതിൻ്റെ എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി ഉറക്കമുണരുമ്പോൾ അവളുടെ ആ കൊച്ചു വീട്ടിൽ ദാരിദ്ര്യവും കണ്ണീരും മാത്രമായിരുന്നു കൂട്ട്. അവളുടെ ലോകം വളരെ ചെറുതായിരുന്നു. ജീവന് തുല്യം സ്നേഹിക്കുന്ന അമ്മ സാവിത്രിയും പഠിക്കുന്ന അനിയൻ നന്ദുവും മാത്രം അടങ്ങുന്നതായിരുന്നു അവളുടെ കൊച്ചു സ്വർഗം. പുലർച്ചെ 4 മണിക്ക് തന്നെ അവളുടെ ഒരു ദിവസം ആരംഭിക്കും. മുറ്റത്ത് ഇരുട്ട് മാറുന്നതിന് മുമ്പ് തന്നെ അവൾ അടുക്കളയിലെ പണികൾ തുടങ്ങിയിട്ടുണ്ടാകും. കഴിഞ്ഞ 2 വർഷമായി അമ്മ സാവിത്രി ശ്വാസകോശ സംബന്ധമായ കഠിനമായ അസുഖത്തോടെ പോരാടുകയാണ്. രാത്രിയുടെ നിശബ്ദതയിൽ അമ്മയുടെ നെഞ്ചു കേൾക്കുമ്പോൾ അവളുടെ ചങ്കാണ് പിടയുന്നത്. ആ ചെറിയ മുറിയിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ കണ്ണുകളിൽ ഒളിപ്പിച്ച് അവൾ അമ്മയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കും. ഒന്നുമില്ലമ്മേ, ഞാൻ ഉണർന്നിരിപ്പുണ്ട് എന്ന് പറയുമ്പോഴേയും ആ പെൺകുട്ടിയുടെ ഉള്ളിലെ ഭയം വളരെ വലുതായിരുന്നു. അനിയൻ നന്ദുവിന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ച് അവനെ വിളിച്ചുണർത്തി സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ അവൾ ഒരു അമ്മയുടെ കരുതൽ കാണിച്ചു. പലപ്പോഴും തനിക്കുള്ള ഭക്ഷണവും കൂടി അവൾ അനിയന് മാറ്റിവെച്ച് വിശപ്പില്ലെന്ന് കള്ളം പറഞ്ഞു ആ പട്ടിണി അവൾ സന്തോഷത്തോടെ സഹിച്ചു. ഒരു പക്ഷേ സ്വന്തം വിശപ്പിനേക്കാൾ അവൾക്ക് വലുത് അനിയൻ്റെ മുഖത്തെ സന്തോഷമായിരുന്നു. പുലർക്കാലത്തെ വീട്ടുജോലികൾ എല്ലാം ഒതുക്കി കൊച്ചിയിലെ തിരക്കേറിയ സിറ്റി ബസ്സിൽ തൂങ്ങിക്കിടന്നാണ് അവൾ ജോലി സ്ഥലത്തേക്ക് പോകുന്നത്. നഗരത്തിലെ ഏറ്റവും വലിയ വ്യവസായിയായ സൂര്യകൃഷ്ണൻ്റെ ഉടമസ്ഥതയിലുള്ള സൂര്യവിഹാർ എന്ന കൂറ്റൻ തറവാട്ടിലെ ഒരു സാധാരണ ജോലിക്കാരിയായിരുന്നു അവൾ. അവളുടെ കുടിലിൽ നിന്നും ആ വലിയ മാളികയിലേക്കുള്ള ദൂരം വെറുമൊരു യാത്രയായിരുന്നില്ല. അത് കൊടും ദാരിദ്ര്യത്തിൽ നിന്നും അതിസമ്പന്നതയിലേക്കുള്ള ഒരു അതിർത്തിയെ കാട്ടിത്തന്നു. സൂര്യവിഹാറിൻ്റെ വലിയ ഇരുമ്പ് ഗേറ്റുകൾ കടക്കുമ്പോൾ അവൾ തൻ്റെ സങ്കടങ്ങൾ എല്ലാം പുറത്തു വയ്ക്കും. കാരണം അവിടെ അവൾക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. മാർബിൾ പാകിയ വലിയ ഹോളുകളും വിലപിടിപ്പുള്ള ഫർണിച്ചറുകളും വലിയ ഷോക്കേഴ്സുകളും നിറങ്ങിയ ആ വീട്ടിൽ അവളുടെ ജോലി ഒരിക്കലും അവസാനിച്ചിരുന്നില്ല. വിശാലമായ അടുക്കളയിലെ വലിയ പാത്രങ്ങൾ കഴുകിയും മുറ്റമടിച്ചും നിലം തുടച്ചും അവളുടെ രാപ്പകലുകൾ കടന്നുപോയി. അവളുടെ മൃദുവായ കൈകളിൽ എപ്പോഴും സോപ്പ് പൊടിയും രൂക്ഷഗന്ധം നിറഞ്ഞു നിന്നു. 25 വയസ്സ് എന്നത് ഏതൊരു പെൺകുട്ടിയും സ്വപ്നങ്ങളിൽ കാണുന്ന വർണ്ണാഭരണമായ വസ്ത്രങ്ങൾ അണിയുന്ന കൂട്ടുകാർക്കൊപ്പം ചിരിച്ചുല്ലസിച്ച പ്രായമാണ്. എന്നാൽ അവളുടെ സ്വപ്നങ്ങൾക്ക് അന്നത്തെ അന്നത്തിൻ്റെ വിലയെ ഉണ്ടായിരുന്നുള്ളൂ. ആ പ്രായത്തിൻ്റെ യാതൊരുവിധ സന്തോഷങ്ങളും അവൾ അനുഭവിച്ചിട്ടില്ല. വില കുറഞ്ഞ നിലം മങ്ങിയ കോട്ടൺ സാരി ഉടുത്ത് അവൾ ആ വലിയ മാളികയുടെ ഇടനാഴികളിലൂടെ ഒരു യന്ത്രം പോലെ പണിയെടുത്ത് ഓടി നടന്നു. കണ്ണുകളിൽ ഉറക്കമില്ലായ്മയുടെ കറുത്ത പാടുകൾ വീണിരുന്നു. ശരീരത്തിൽ തളർച്ച പടർന്നിരുന്നു. ജോലിക്കിടയിൽ കാല് കഴിക്കുമ്പോഴും അവൾ ഒന്നിരിക്കാൻ മടിച്ചു. എങ്ങാനും മുതലാളിയോ മാനേജരോ കണ്ടാൽ ജോലി പോയേക്കുമെന്ന് അവൾ ഭയന്നു. ഈ കഷ്ടപ്പാടുകൾക്കിടയിലും അവൾക്ക് കരുത്തേകിയത് ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. തൻ്റെ കുടുംബത്തെ പോറ്റണം, അമ്മയെ എങ്ങനെയെങ്കിലും ചികിത്സിച്ച് ഭേദമാക്കണം. വീട്ടുചെലവിനും അമ്മയുടെ വില കൂടിയ മരുന്നുകൾക്കും അനിയൻ്റെ പഠനത്തിനുമുള്ള പണം കണ്ടെത്താൻ അവൾ മറ്റൊരു വഴിയുമില്ലായിരുന്നു. തൻ്റെ യൗവനവും സ്വപ്നങ്ങളും ആ വലിയ വീട്ടിലെ അടുക്കള തളങ്ങളിൽ അവൾ ഹോമിച്ചു. ജോലിസ്ഥലത്തെ മുതലാളിയായ സൂര്യകൃഷ്ണൻ വലിയ ഗൗരവക്കാരനായിരുന്നു. ആരോടും അധികം സംസാരിക്കാത്ത, എപ്പോഴും ചിന്തകൾ മുഴുകിയിരുന്ന ആ മനുഷ്യൻ്റെ മുന്നിൽ പെടാൻ തന്നെ അവൾക്ക് ഭയമായിരുന്നു. ആ കണ്ണുകളിലെ തീഷ്ണത അവളെ എപ്പോഴും ഭയപ്പെടുത്തി. എങ്കിലും മാസാവസാനം കൃത്യമായി കിട്ടുന്ന ശമ്പളമായിരുന്നു അവളുടെ ഒരേ ഒരു ആശ്വാസം. ദാരിദ്ര്യം അവളുടെ ഒരു ചെറിയ വാടക വീട്ടിൽ മഴ പോലെ പെയ്തിറങ്ങുമ്പോഴും ജോലി കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ അമ്മ നൽകുന്ന ഒരു പുഞ്ചിരിയുണ്ട്. ആ മെലിഞ്ഞ കൈകൾ കൊണ്ട് തലയിൽ ഒന്ന് തലോടുമ്പോൾ അവളുടെ ലോകത്തെ എല്ലാ ക്ഷീണവും ഇല്ലാതാക്കും. എൻ്റെ കുട്ടി എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുകയാണല്ലോ. എനിക്ക് ഈ അസുഖം വന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് ഈ ഗതി വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ അമ്മ കണ്ണീർ വാർക്കുമ്പോൾ അവൾ ആ കണ്ണുനീർ തുടച്ചു കൊടുക്കും. എന്താ അമ്മേ, എന്നെ ഇത്രയും കാലം അമ്മയല്ലേ നോക്കിയത്, ഇനി ഞാൻ നോക്കാം. അമ്മയ്ക്ക് വേഗം അസുഖം മാറും, നമുക്ക് നല്ലൊരു കാലം വരും എന്ന് പറഞ്ഞ് അവൾ ആ നെഞ്ചിലേക്ക് ചായും. അവളുടെ ജീവിതം അങ്ങനെ കണ്ണുനീരും വിയർപ്പും അതിലുപരി അതിരുകളില്ലാത്ത സ്നേഹവും കലർന്ന ഒരു പോരാട്ടമായി മാറുകയായിരുന്നു. നാളെ എന്താകുമെന്ന ഭയം അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എങ്കിലും തൻ്റെ അമ്മയ്ക്കും അനിയനും വേണ്ടി അവൾ ഒരു പുതിയ പ്രഭാതത്തെയും നിറഞ്ഞ പ്രതീക്ഷകളോടെയാണ് വരവേറ്റത്. അവൾ
അടുത്ത ദിവസം തന്നെ രാവിലെ എഴുന്നേറ്റു. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം അവൾ ജോലിയിലേക്ക് പോയി. ആ വിശാലമായ വീട് അടുക്കളയിൽ നിന്ന് തിരക്കേറിയ ഒരു ദിവസമായിരുന്നു. വലിയ സിങ്കിൽ കൂട്ടിയിട്ടിരിക്കുന്ന വിലപിടിപ്പുള്ള സെറാമിക് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കുന്നതിനിടയിലും അവളുടെ മനസ്സ് ആ പഴയ വാടക വീട്ടിലായിരുന്നു. രാവിലെ ജോലിക്കിറങ്ങുമ്പോൾ അമ്മയുടെ മുഖത്ത് വിളർത്തുന്ന ആ ചുമയും അവളുടെ ഓർമ്മകളിൽ ഒരു വിങ്ങലായി അവശേഷിച്ചിരുന്നു. അമ്മയ്ക്ക് ഒന്നും വരരുതേ എന്ന് ഓരോ പാത്രം കഴുകുമ്പോഴും അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. സോപ്പ് പത നിറഞ്ഞ കൈകൾ മുഖത്ത് വിയർപ്പ് തുടയ്ക്കുമ്പോൾ അടുക്കളയിലെ ചുമരിലെ ക്ലോക്കിലേക്ക് അവൾ ഇടയ്ക്കിടെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് മരുന്ന് കഴിക്കാൻ സമയമായി. നന്ദു അത് കൃത്യമായി എടുത്തു കൊടുത്തിട്ടുണ്ടാകുമോ എന്ന ചിന്ത അവളെ അലട്ടി. പെട്ടെന്നാണ് അടുക്കളയിലെ വലിയ മേശപ്പുറത്തിരുന്ന് അവളുടെ പഴയ മൊബൈൽ ഫോൺ നിർത്താതെ ശബ്ദിച്ചത്. അവിടെ ജോലിക്കാർക്ക് ഡ്യൂട്ടി സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ അനുവാദമില്ല. മാനേജറുടെ ദേഷ്യം നിറഞ്ഞ നോട്ടം അവളുടെ മേൽ പതിച്ചു. എങ്കിലും ആ സമയത്ത് വീട്ടിൽ നിന്നല്ലാതെ വേറെ ആരും വിളിക്കാനില്ലെന്നറിയാവുന്ന അവൾ നനഞ്ഞ കൈകൾ താൻ ഉടുത്തിരുന്ന പഴയ കോട്ടൺ സാരിയുടെ തുമ്പിൽ തുടച്ചുകൊണ്ട് ഭയത്തോടെ ഫോൺ എടുത്തു. മറുതലയ്ക്കൽ അനിയൻ നന്ദു ആയിരുന്നു. അവൻ്റെ ശബ്ദം പേടികൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചേച്ചി ചേച്ചി വേഗം ഇങ്ങോട്ട് വാ. അമ്മയ്ക്ക് അത്രയ്ക്ക് സുഖമില്ല. വളരെ ശ്വാസം മുട്ടലാണ്. കിടന്നില്ല. ശ്വാസം മുട്ടിയിട്ട് കിടക്കാൻ സാധിക്കുന്നില്ല ചേച്ചി. അമ്മ ബോധം കെട്ടു വീണു. പാവിട്ട് കരഞ്ഞുകൊണ്ടുള്ള നന്ദുവിൻ്റെ ആ വാക്കുകൾ കേട്ടതും അഞ്ജലിയുടെ ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ അവൾക്ക് തോന്നി. അവളുടെ സർവ്വനാഡികളും തളർന്നു. കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സെറാമിക് പ്ലേറ്റും അവളുടെ വിറയ്ക്കുന്ന വിരലുകൾക്കിടയിലൂടെ വഴുതി നിലത്തു വീണു. വലിയ ശബ്ദത്തോടെ ചിതറിത്തെറിച്ചു. മാനേജർ എന്തൊക്കെയോ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കാതുകളിൽ അതൊന്നും പതിഞ്ഞില്ല. അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറുകയായിരുന്നു. എൻ്റെ അമ്മ എന്നെ ഒറ്റ വിളിയിൽ മാനേജരോട് അവധി പോലും ചോദിക്കാൻ നിൽക്കാതെ ചിതറിത്തെറിച്ച ആ പാത്രത്തിൻ്റെയും ചില്ലുകൾക്കിടയിലൂടെ അവൾ പുറത്തേക്ക് ഓടി. നഗരത്തിലെ പൊള്ളുന്ന വെയിലേക്ക് അവൾ ഇറങ്ങി. ഓടുമ്പോൾ അവളുടെ കാലുകളിൽ ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല. കണ്ണീർ കാഴ്ചകളെ മറിച്ചിരുന്ന ട്രാഫിക് ബ്ലോക്കുകളിൽ കുടുങ്ങി കിടക്കുന്ന നഗരത്തിലൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ ആശുപത്രി ലക്ഷ്യമാക്കി പാഞ്ഞു. യാത്രാമധ്യേ ഓരോ നിമിഷം ഓരോ യുഗം പോലെയാണ് അവൾക്ക് തോന്നിയത്. ഈശ്വര, എൻ്റെ അമ്മയുടെ ജീവൻ മാത്രം എടുത്തുകൊണ്ട് പോകരുത്. ഞങ്ങൾക്ക് ഈ ലോകത്ത് മറ്റാരുമില്ലല്ലോ എന്നവൾ വിതുമ്പിക്കൊണ്ടിരുന്നു. നഗരത്തിലെ ആ വലിയ പ്രൈവറ്റ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ എത്തിയപ്പോൾ അവൾ കണ്ടത് ഐസിയുവിൻ്റെ വാതിലിന് പുറത്ത് ഒരു മൂലയിൽ നിലത്തിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന നന്ദുവിനെയാണ്. അവളെ കണ്ടതും അവൻ ഓടി വന്നത് അവളെ കെട്ടിപ്പിടിച്ചു. കരഞ്ഞു. ചേച്ചി ചേച്ചി, അമ്മയെ നമ്മളെ വിട്ടു പോവില്ലല്ലോ. അമ്മയ്ക്ക് വല്ലാത്ത ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു ചേച്ചി. അവൻ്റെ ആ വാക്കുകളിൽ അവളുടെ നെഞ്ചിൽ കത്തി ജ്വലിക്കുന്ന തീക്കനലിൽ പോലെയാണ് വീണത്. അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പൊട്ടിക്കരയാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. താൻ തളർന്നാൽ ഈ 12കാരനായ അനിയൻ തീർത്തും ഒറ്റപ്പെട്ടു പോകുമോ എന്ന ബോധ്യം അവളുടെ കണ്ണുനീരിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിന് ഐസിയുവിന് പുറത്തെ ചുവന്ന ലൈറ്റ് കെട്ടു. ഡോക്ടർ പുറത്തു വന്നതും അവൾ ഓടി ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെന്നു. ഡോക്ടറുടെ മുഖത്ത് വലിയ ഗൗരവമുണ്ടായിരുന്നു. കയ്യിലുള്ള ഫയൽ അടച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം അവളെ നോക്കി. അമൃത, അമ്മയുടെ നില വളരെ ഗുരുതരമാണ്. പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് കാര്യങ്ങൾ. ശ്വാസകോശത്തിൽ വളരെ വലിയൊരു ബ്ലോക്കുണ്ട്. ഇപ്പോൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു മേജർ ഓപ്പറേഷൻ ചെയ്തേ മതിയാവൂ. ഇനിയും വൈകിയാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ഒരു നിമിഷം പോലും കളയാനില്ല. ആ വാക്കുകൾ അവളുടെ ഹൃദയമിടിപ്പ് നിശ്ചലമാക്കി. ലോകം മുഴുവൻ തൻ്റെ തലയ്ക്ക് മുകളിൽ ഇടിഞ്ഞു വീഴുന്നത് പോലെ അവൾക്ക് തോന്നി. ചുണ്ടുകൾ വിറച്ചു. തൊണ്ട വരണ്ടുണങ്ങി. വളരെ പണിപ്പെട്ട് അവൾ ചോദിച്ചു, ഡോക്ടർ, എൻ്റെ അമ്മയെ രക്ഷിക്കണം. അതിന് എത്ര രൂപ വേണ്ടി വരും? ഡോക്ടർ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, ഇതൊരു വലിയ ഓപ്പറേഷനാണ്. ഓപ്പറേഷനെയും തുടർന്നുള്ള ICU ചിലവുകളും മരുന്നുകൾക്കുമായി കുറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഉടനെ കെട്ടിവെക്കണം. സമയം ഒട്ടും കളയാനില്ല. എത്രയും വേഗം പണം അടയ്ക്കാൻ നോക്കൂ. 10 ലക്ഷം രൂപ. ആ സംഖ്യ കേട്ടതും അവളുടെ ലോകം അവിടെ അവസാനിച്ചതുപോലെ തോന്നി. അവളുടെ തലച്ചോറ് മരവിച്ചു പോയി. സ്വന്തമായി 1 രൂപ പോലും ഇല്ലാത്ത അടുത്ത മാസത്തെ വാടക എങ്ങനെ കൊടുക്കുമെന്നോർത്ത് പകച്ചു നിൽക്കുന്ന ഒരു സാധാരണ വേലക്കാരിയാണ് താൻ. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി മറ്റുള്ളവരുടെ എച്ചിൽ പാത്രങ്ങൾ കഴുകി ജീവിക്കുന്നവളാണ്. 10 ലക്ഷം രൂപ എന്ന് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല.
ഡോക്ടർ പോയതറിയാതെ ആ വലിയ ആശുപത്രിയുടെ തണുത്ത വരാന്തയിലെ ചുമരിലേക്ക് ചാരി അവൾ തളർന്നിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വറ്റിപ്പോയിരുന്നു. മനസ്സ് പൂർണ്ണമായി ശൂന്യമായി. അരികിലിരുന്ന് ചേച്ചി ഒന്ന് വിളിച്ചു കരയുന്ന അനിയൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഈ വലിയ ലോകത്ത് താനും തൻ്റെ കുടുംബവും എത്രമാത്രം നിസ്സഹായരാണെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു. പണമില്ലാത്തവന് ഭൂമിയിൽ ജീവിക്കാൻ പോലും അവകാശമില്ലേ? തൻ്റെ ജീവൻ്റെ പാതിയായ അമ്മ ആ അടഞ്ഞ വാതുകൾക്കപ്പുറം മരണത്തോടെ മല്ലിടുമ്പോൾ ഒരു തുള്ളി കണ്ണുനീരായി യാചിക്കാൻ പോലും അറിയാതെ ആ പെൺകുട്ടി വിധിയുടെ മുന്നിൽ പകച്ചു നിൽക്കുകയായിരുന്നു. ആശുപത്രിയിലെ ആ തണുത്ത വരാന്തയിൽ അവൾക്ക് മുന്നിൽ രാത്രി ഇഴഞ്ഞു നീങ്ങുകയായിരുന്നു. മരുന്നുകളുടെ രൂക്ഷഗന്ധമുള്ള ആ ഇടനാഴിയിൽ ഐസിയുവിൻ്റെ അടഞ്ഞ വാതിലുകളിലേക്ക് നോക്കി അവൾ തലകുനിച്ച് ഇരുന്നു പോയി. അനിയൻ നന്ദു കണ്ണീര് ഉണങ്ങിയ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ ചങ്കു പിടഞ്ഞു. ഐസിയുവിൽ നിന്ന് കേൾക്കുന്ന മെഷീനുകളുടെ ഓരോ ബീപ്പ് സൗണ്ടുകളും അവളുടെ ഹൃദയമിടിപ്പിൻ്റെ താളം തെറ്റിച്ചു. 10 ലക്ഷം രൂപ! ആ സംഖ്യ അവളുടെ തലച്ചോറിൽ ഒരു കൊടുങ്കാറ്റായി വീശിയടിക്കുകയായിരുന്നു. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ ബാങ്ക് അക്കൗണ്ടോ ഒരു രൂപയില്ലാത്ത എനിക്ക് ആരാണ് ഇത്രയും വലിയൊരു തുക നൽകുക? ബന്ധുക്കളായി ആരുമില്ല, സഹായിക്കാൻ കഴിവുള്ള സുഹൃത്തുക്കളും ഇല്ല. ഓരോ നിമിഷവും കൊഴിഞ്ഞു പോകുന്ന തൻ്റെ അമ്മയുടെ ജീവൻ്റെ തുടിപ്പുകളാണെന്ന് തിരിച്ചറിവ് അവളെ വല്ലാതെ ഭയപ്പെടുത്തി. കണ്ണുനീർ വറ്റി, മനസ്സ് പൂർണ്ണമായി മരവിച്ചു പോയി. ആ നിമിഷത്തിലാണ് അവളുടെ ഉള്ളിൽ ഒരു ചിന്ത മിന്നി മറഞ്ഞത്. അവൾ ജോലി ചെയ്യുന്ന വീട്ടിലെ ഉടമസ്ഥൻ, നഗരത്തിലെ ഏറ്റവും വലിയ വ്യവസായിയായ സൂര്യകൃഷ്ണൻ, അയാൾക്ക് 10 ലക്ഷം രൂപ എന്നത് വെറുമൊരു നിസ്സാര തുകയാണ്. മാത്രമാണ് തൻ്റെ ഒരു ദിവസത്തെ സമ്പാദ്യം പോലും ഇല്ലാത്ത ആ തുക അയാൾ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് നൽകാൻ കഴിയും. എന്നാൽ അടുത്ത നിമിഷം അവളുടെ ഉള്ളിൽ ഭയം ഇരച്ചു കയറി. അയാൾ അത്ര ദയയുള്ളവനല്ല എന്നാണ് ജോലിക്കാർക്കിടയിൽ സംസാരം. ആരോട് ഒരു അനാവശ്യ വാക്കുപോലും സംസാരിക്കാത്ത, എപ്പോഴും ഗൗരവം മാത്രം മുഖത്തണിഞ്ഞ ആ വലിയ മനുഷ്യൻ ഒരു സാധാരണ വേലക്കാരുടെ സങ്കടങ്ങൾ കേൾക്കുമോ? അയാളുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലുമുള്ള ധൈര്യം എനിക്കില്ലല്ലോ എന്ന് അവൾ ഒരു നിമിഷം ചിന്തിച്ചു. എങ്കിലും മരണത്തോട് മല്ലിടുന്ന തൻ്റെ അമ്മയുടെ മുഖവും ഓർമ്മ വന്നപ്പോൾ അവളുടെ ഉള്ളിലെ ഭയമെല്ലാം വഴിമാറി. അമ്മയെ രക്ഷിക്കാൻ തനിക്ക് മുന്നിൽ ഇനി വേറെ വഴികളില്ല. ആ വലിയ മനുഷ്യൻ്റെ കാല് പിടിച്ച് യാചിക്കാൻ അവൾ തീരുമാനിച്ചു. എന്ത് അപമാനം സഹിച്ചാലും, സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്നാലും അമ്മയെ തിരികെ വേണം. നേരം വെളുത്തതോടെ ഉറങ്ങിക്കിടക്കുന്ന നന്ദുവിനെ അവിടെയുള്ള ഒരു നേഴ്സിനെ ഏൽപ്പിച്ച് അവൾ ആ വലിയ മാളികയിലേക്ക് തിരിച്ചു നടന്നു. കൊച്ചി നഗരം അപ്പോഴും പൂർണ്ണമായി ഉണർന്നിരുന്നില്ല. ആ വലിയ വീടിൻ്റെ ഇരുമ്പ് ഗേറ്റുകൾ കടക്കുമ്പോൾ അവളുടെ കാലു ഭയം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് നിലത്തിട്ട് പൊട്ടിച്ച വിലപിടിപ്പുള്ള പാത്രത്തിൻ്റെ പേരിൽ മാനേജർ തന്നെ പുറത്താക്കിയിട്ടുണ്ടാകുമോ എന്ന ഭയം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഇപ്പോൾ അവളുടെ വിഷയമേ അല്ലായിരുന്നു. സാധാരണ ജോലിക്കാർക്ക് പ്രവേശനമില്ലാത്ത വലിയ പടവുകൾക്ക് മുകളിലുള്ള ആ മാളികയുടെ ഉള്ളറകളിലേക്ക് അവൾ ആദ്യമായി കാലെടുത്തു വെച്ചു. മൃദുവായ വലിയ പരവതാനികൾ വിരിച്ച പടവുകൾ കയറുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു. വിയർപ്പും കണ്ണീരും കലർന്ന ഒട്ടിപ്പിടിച്ച മുടിയും ചുളിവ് വീണ പഴയ കോട്ടൺ സാരിയും ധരിച്ച് അവൾ ആ ആഡംബരങ്ങൾക്ക് നടുവിൽ തീർത്തും അപരിചിതയായ ഒരു രൂപമായിരുന്നു. വെട്ടിത്തിളങ്ങുന്ന മാർബിൾ തറകളോ വിലപിടിപ്പുള്ള പെയിൻറ്റുകളോ ഒന്നും അവളുടെ കണ്ണിൽ പെട്ടില്ല. അവളുടെ ലക്ഷ്യം അവിടെ സാറിനെ കാണുക മാത്രമായിരുന്നു. ഓരോ ചൂട് വെക്കുമ്പോഴും അവളുടെ ഉള്ളിൽ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു. ഒടുവിൽ എപ്പോഴും അടഞ്ഞു കിടക്കാറുള്ള അയാളുടെ വലിയ വായനാ റൂമിന് മുന്നിൽ അവളെത്തി. വിറയ്ക്കുന്ന കൈകളോടെ ആ വലിയ തടിവാതിൽ അവൾ മെല്ലെ തള്ളി തുറന്നു. അതിവിശാലമായ ആ മുറിക്കുള്ളിൽ വലിയൊരു ചില്ലുജാലകത്തിലൂടെ പുറത്തെ നഗരക്കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അയാൾ. കറുത്ത കോട്ട് ധരിച്ച അതിസമ്പന്നതയുടെ ഗാംഭീര്യമുള്ള ആ മനുഷ്യൻ ഒരു നിമിഷം തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ ശ്വാസം നിലച്ചുപോയി. ആ വലിയ മുറിയിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അയാളുടെ കനത്ത ശബ്ദം മുഴങ്ങി. നീ എന്താ ഇവിടെ ജോലിക്കാർക്ക് വരാൻ പാടില്ല, നിനക്കറിയില്ലേ? അയാളുടെ കണ്ണുകളിലെ തീഷ്ണത കണ്ടതും അവൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ആ തണുത്ത മാർബിൾ തറയിലേക്ക് അവൾ മുട്ടുകുത്തി വീണു. അവളുടെ ഉള്ളിലെ സങ്കടങ്ങൾ പൊട്ടിത്തകർന്നു
കൂപ്പിയ കൈകളോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു, സാറേ, എൻ്റെ അമ്മയെ രക്ഷിക്കണം. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അമ്മ മരിച്ചു പോകും. 10 ലക്ഷം രൂപ വേണം. എനിക്ക് വേറെ ആരുമില്ല സഹായിക്കാൻ. എൻ്റെ കയ്യിൽ ഒന്നുമില്ല സാറേ. എനിക്ക് ആ പണം തന്ന് സഹായിക്കണം. സാർ പറയുന്ന ഏത് പണിയും ഞാൻ എടുക്കാൻ. എൻ്റെ ജീവിതം മുഴുവൻ ഈ വീട്ടിലൊരു അടിമയെപ്പോലെ ഞാൻ പണിയെടുക്കാൻ സാറേ. എനിക്ക് ശമ്പളം ഒന്നും തരണ്ട. എൻ്റെ ജീവനുള്ള കാലം മുഴുവൻ ഈ വീടിൻ്റെ മുറ്റമടിച്ച് ഞാൻ കഴിഞ്ഞോളാം. എങ്കിലും എൻ്റെ അമ്മ സാറേ, ഈ ഒരു തവണ മാത്രം എന്നെ സഹായിക്കണം. സ്വന്തം ജീവിതം മുഴുവൻ ഒരാൾക്ക് മുന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് ഒരു വിഷക്കാരിയെ പോലെ ആ ഒരു വലിയ മനുഷ്യൻ്റെ കാലു പിടിച്ചു കരയുകയായിരുന്നു അവൾ. ആ വലിയ മുറികളിൽ അവളുടെ തേങ്ങലുകൾ മാറ്റൊലി കൊണ്ടു. സ്വന്തം അമ്മയുടെ ജീവന് വേണ്ടി അഭിമാനവും സ്വാതന്ത്ര്യവും വരെ ഉപേക്ഷിക്കാൻ തയ്യാറായ ഒരു പാവം പെൺകുട്ടിയുടെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥയായിരുന്നു അത്. ആ വലിയ വീട്ടിലെ ആ വിശാലമായ മുറിയിൽ അവളുടെ ഹൃദയം പൊട്ടിയുള്ള തേങ്ങലുകൾ മാത്രം മാറ്റുലി കൊണ്ടു. തണുത്ത മാർബിൾ തറയിൽ അവൾ കൂപ്പുകൈകളോടെ ഇരുന്നു. ഒരു മറുപടിയായി കാത്തുകിടന്നു. അയാൾ കുറച്ചുനേരം യാതൊന്നും മിണ്ടാതെ ആ വലിയ മനുഷ്യൻ തൻ്റെ മുന്നിൽ കേണ് അപേക്ഷിക്കുന്ന ആ പെൺകുട്ടിയെ തന്നെ നോക്കി നിന്നു. ആ നിശബ്ദത അവളുടെ നെഞ്ചിൽ വലിയൊരു ഭാരമായി മാറി. അയാൾ തന്നെ ഇറക്കി വിടുമോ അത് പോലീസിനെ വിളിക്കുമോ എന്ന ഭയം അവളുടെ വിറയ്ക്കുന്ന ശരീരത്തിൽ പ്രകടമായിരുന്നു. പെട്ടെന്ന് അയാൾ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അയാളുടെ കണ്ണുകളിൽ എപ്പോഴുമുള്ള ആ കാഠിന്യം ഉണ്ടായിരുന്നില്ല. വളരെ താഴ്ന്ന മൃദുവായ സ്വരത്തിൽ അയാൾ പറഞ്ഞു, കരയാതിരിക്കൂ അമൃത, എഴുന്നേൽക്കൂ. അമൃത മെല്ലെ തലയുയർത്തി നോക്കി. അവളുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ ഒരു ചെറിയ മിന്നലാട്ടം ഉണ്ടായിരുന്നു. ഞാൻ തരാം പണം. നിന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരാം. 10 ലക്ഷം രൂപ അല്ലേ? എത്ര ലക്ഷം വേണമെങ്കിലും ഞാൻ ചിലവാക്കാം. അയാളുടെ വാക്കുകൾ കേട്ടതും അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. അവൾ വീണ്ടും അയാളുടെ കാൽക്കൽ വീഴാൻ ആഞ്ഞു. പക്ഷേ അയാളുടെ ശബ്ദം പെട്ടെന്ന് ഗൗരവമുള്ളതായി. പകരം നീ എനിക്കൊരു വാക്ക് തരണം. എൻ്റെ ഒരു നിബന്ധന നീ അംഗീകരിക്കണം. അഞ്ജലി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൾ കിതപ്പോടെ പറഞ്ഞു, എന്ത് നിബന്ധനയാണ് സാർ? സാർ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം. എന്ത് കഠിനമായ പണി ഞാൻ ജീവിതാവസാനം വരെ ചെയ്യാം. എൻ്റെ അമ്മയുടെ ജീവനാണ് എനിക്ക് എല്ലാത്തിനേക്കാളും വലുത്. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ വിവാഹം കഴിക്കണം. ഈ വീട്ടിലെ മരുമകളായി നീ ഇവിടെ വരണം. നിന്റെ ബാക്കി ജീവിതം എൻ്റെ ഭാര്യയായി എനിക്കൊപ്പമായിരിക്കണം. ആ വാക്കുകൾ ആ വലിയ മുറിയിൽ മുഴങ്ങിയപ്പോൾ അവൾ നിശബ്ദയായി നിന്നുപോയി. താൻ കേട്ടത് സത്യമാണെന്ന് വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. സ്വന്തം കാതുകളെ അവൾക്ക് വിശ്വസിക്കാനായില്ല. അയാൾ തന്നെ പരിഹസിക്കുകയാണോ അതോ തൻ്റെ നിസ്സഹായതയെയും ദാരിദ്ര്യത്തെയും വെച്ചുള്ള ക്രൂരമായ ഒരു തമാശയാണോ ഇത്? എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന, ഉടുക്കാൻ നല്ലൊരു തുണി പോലുമില്ലാത്ത ഒരു സാധാരണ വേലക്കാരിയോട് കോടികളുടെ ആസ്തിയുള്ള ഈ നഗരത്തിലെ ഏറ്റവും വലിയ വ്യവസായിയായി അയാൾ ഇങ്ങനെ പറയണമെങ്കിൽ അതിലെന്തോ വലിയ ചതിയുണ്ടെന്ന് അവൾ ഭയന്നു. സാർ ഈ പറയുന്നത് ഞാനൊരു പാവം വേലക്കാരിയല്ലേ? ഉടുക്കാൻ നല്ലൊരു തുണിയില്ലാത്ത എന്നെക്കൊണ്ട് സാർ എന്തിനാ ഈ ക്രൂരമായ തമാശ കാണിക്കുന്നത്? സാറിന് വേണമെങ്കിൽ വലിയ തറവാട്ടിലെ പണവും പ്രതാപവുമുള്ള എത്ര പെൺകുട്ടികളെ വേണമെങ്കിലും കിട്ടില്ലേ? എൻ്റെ ഗതികേട് കണ്ട് സാർ എന്നെ അപമാനിക്കരുത്, അവൾ വിറയിലൂടെ പൊട്ടിക്കൊണ്ട് ചോദിച്ചു. അയാൾ വളരെ ശാന്തനായി തൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് മറുപടി പറഞ്ഞു, ഇതൊരു തമാശയല്ല അഞ്ജലി, ഞാൻ ഗൗരവമായി തന്നെയാണ് പറഞ്ഞത്. എൻ്റെ അമ്മ മരണത്തിന് തൊട്ട് മുമ്പ് എന്നിൽ നിന്ന് ഒരു വാക്ക് വാങ്ങിയിരുന്നു. പണവും പ്രതാപവും കണ്ടു വരുന്നവൾ ആകരുത് ഈ വീടിൻ്റെ മരുമകൾ. മറിച്ച് യാതൊരു സ്വാർത്ഥതയും ഇല്ലാത്ത, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ശുദ്ധമായ മനസ്സുള്ള ഒരു പെൺകുട്ടിയെ മാത്രമേ നീ വിവാഹം കഴിക്കാവൂ എന്ന്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിൽ വെച്ച് നീ നിൻ്റെ അനിയനോട് സംസാരിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്. നിനക്ക് കഠിനമായ വിശപ്പുണ്ടായിട്ടും നിന്റെ പങ്കിലെ ഭക്ഷണം കൂടി അനിയന് മാറ്റിവെച്ച് ചിരിച്ചുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ നിമിഷം എനിക്ക് തോന്നി എൻ്റെ അമ്മ ആഗ്രഹിച്ചത് നിന്നെപ്പോലെ സ്നേഹം മാത്രം കൈമുതലുള്ള ഒരു പെൺകുട്ടിയാണെന്ന്. അയാൾ തുടർന്നു, നിനക്ക് വേണമെങ്കിൽ
ഈ വാഗ്ദാനം നിരസിക്കാം. എങ്കിലും നിന്റെ അമ്മയുടെ ചികിത്സയ്ക്കുള്ള പണം ഞാൻ ഇപ്പോൾ തന്നെ നൽകും. കാരണം നിന്റെ ഈ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി നീ ഒന്നുകൂടി ചിന്തിച്ചിട്ട് പറയണം. അവളുടെ മനസ്സിൽ പല ചിന്തകൾ കടന്നുപോയി. തന്നെ വിലയ്ക്ക് വാങ്ങുകയാണോ ഇയാൾ? അതോ ഈ വലിയ മനുഷ്യൻ്റെ ഉള്ളിൽ ഞാൻ കാണാത്ത ഒരു നന്മയുണ്ടോ? എന്തു തന്നെ ആയാലും വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ പണം നൽകില്ലെന്ന് അയാൾ പറഞ്ഞിട്ടില്ല. എങ്കിലും തൻ്റെ കുടുംബത്തിന് ഒരു സുരക്ഷിതമായ ഭാവി ലഭിക്കുമെങ്കിൽ, തൻ്റെ അമ്മയെയും അനിയനെയും ഈ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ കഴിയുമെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? സ്വന്തം ജീവിതം ബലി കൊടുത്തിട്ടായാലും അമ്മയെ രക്ഷിക്കാൻ തീരുമാനിച്ചവളല്ലേ ഞാൻ. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒരു ദീർഘനിശ്വാസം എടുത്തു. സാറേ, എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ സാർ തയ്യാറാണെങ്കിൽ സാറിൻ്റെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ തയ്യാറാണ്. ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്, വിറയ്ക്കുന്ന ചുണ്ടുകളോട് അവൾ പറഞ്ഞു. ആ വാക്കുകൾക്കിടയിൽ അവൾ തൻ്റെ സ്വന്തം സ്വപ്നങ്ങളെയും സ്വാതന്ത്ര്യത്തെയും കുഴിച്ചു മൂടുകയായിരുന്നു. അയാൾ ഉടൻ തന്നെ തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ വിളിച്ചു. എറണാകുളത്ത് ആ വലിയ ആശുപത്രിയിലേക്ക് വിളിച്ചു. അമ്മയുടെ സർജറിക്കുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്ത് പണം ആ നിമിഷം തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. വിദേശത്ത് നിന്ന് പോലും മികച്ച ഡോക്ടറുകളുടെ സേവനം അയാൾ ഉറപ്പാക്കി. അടുത്ത നിമിഷം മുതൽ ആശുപത്രിയിൽ അത്ഭുതങ്ങൾ നടന്നു. മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഐസിയുവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തു വന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓപ്പറേഷൻ സക്സസ് ആണ് അമൃത. അമ്മ അപകടനില തരണം ചെയ്തു. ആ നിമിഷം സന്തോഷം കൊണ്ടും ആശ്വാസം കൊണ്ടും അവൾ തറയിൽ തളർന്നു വീണുപോയി. വിതറിയ കണ്ണീരിലൂടെ അവൾ ദൈവത്തോട് നന്ദി പറഞ്ഞു. 2 ദിവസങ്ങൾക്ക് ശേഷം കൊച്ചി നഗരത്തിലെ ഒരു പഴയ ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായ ചടങ്ങുകളോടുകൂടി ആ വിവാഹം നടന്നു. വലിയ പന്തലുകളോ മേളങ്ങളോ സദ്യ ഉണ്ടായിരുന്നില്ല. സാക്ഷികളായി അയാളുടെ വിശ്വസ്തരായ ചിലരും ഒന്നും മനസ്സിലാവാതെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന അനിയൻ നന്ദുവും മാത്രം. ആ കൊട്ടാരം പോലെയുള്ള വീട്ടിലെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിയിരുന്ന ആ വിറയുന്ന കഴുത്തിലേക്ക് അയാൾ മഞ്ഞ ചരടിൽ കോർത്ത് താലി ചാർത്തുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇന്നലെ വരെ ആരുടെ മുന്നിലാണോ താൻ തലകുനിച്ച് നിന്നത്, ഇന്ന് അയാളുടെ ഭാര്യയായി ആ വലിയ വീടിൻ്റെ മരുമകളായി താൻ മാറിയിരിക്കുന്നു. ഇത് തൻ്റെ ഭാഗ്യമാണോ അതോ വിലക്ക് വാങ്ങപ്പെട്ട മറ്റൊരു അടിമത്തത്തിൻ്റെ തുടക്കമാണോ എന്നറിയാതെ അവൾ വിതുമ്പിക്കൊണ്ടിരുന്നു. ക്ഷേത്രത്തിലെ ലളിതമായ വിവാഹ ചടങ്ങുകൾക്ക് ശേഷം അയാൾ ആഡംബരക്കാരിൽ ആ വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവളുടെ ഹൃദയം ഒരു കൊച്ചു പക്ഷിയെപ്പോലെ പിടിയുന്നുണ്ടായിരുന്നു. ഇന്നലെ വരെ ആ വീട്ടിലെ അടുക്കളപ്പുറത്തു കൂടി തലകുനിച്ച് നടന്നിരുന്നവളാണ് താൻ. ഇന്ന് ആ തറവാട്ടിലെ കൊച്ചമ്മയായി, അയാളുടെ ഭാര്യയായി അതേ പടിപ്പുര കടക്കാൻ പോവുകയാണ്. കാർ ആ വലിയ ഇരുമ്പ് ഗേറ്റുകൾ കടന്ന് മുറ്റത്ത് നിന്നപ്പോൾ എപ്പോഴും അവളെ ശാസിക്കാറുള്ള കാവൽക്കാർ ബഹുമാനത്തോടെ തലകുനിച്ചു നിൽക്കുന്നത് അവൾ കണ്ടു. ഒരു പക്ഷേ അവളിലെ പഴയ വേലക്കാരിയെ അവർ പരിഹസിക്കുകയാണോ എന്നവൾ ഭയന്നു. ഭയം കൊണ്ട് വിറയ്ക്കുന്ന കാൽവെപ്പുകളോടെ അവൾ ആ വീടിൻ്റെ മുൻവാതിലൂടെ ആദ്യമായി അകത്തേക്ക് കയറി. താൻ മുട്ടുകുത്തുന്നതിന് തുടച്ചു മിനുക്കുന്നതിരുന്ന അതേ മാർബിൾ തറയിലൂടെയാണ് ഇന്ന് താൻ നടന്നു നീങ്ങുന്നത് എന്ന സത്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. ആ വീട്ടിലെ ഏറ്റവും വലിയ കിടപ്പുമുറിയിലേക്കാണ് അയാൾ അവളെ കൂട്ടിക്കൊണ്ടുപോയത്. ആ മുറിയുടെ വാതിൽ തുറന്നപ്പോൾ കണ്ട കാഴ്ചകൾ അവളുടെ ശ്വാസം മുട്ടിച്ചു. വായുസഞ്ചാരം പോലും ഇല്ലാത്ത, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന തൻ്റെ പഴയ വാടക വീട്ടിൽ നിന്നും ഈ കൊട്ടാര സമാനമായ മുറിയിലേക്കുള്ള മാറ്റം അവളിൽ വലിയൊരു ഭയമാണ് ഉണ്ടാക്കിയത്. വിലപിടിപ്പുള്ള ഫർണിച്ചറുകളും മൃദുവായ വലിയ കിടക്കയും മുറിയിൽ നിറഞ്ഞു നിൽക്കുന്ന സുഗന്ധവും എല്ലാം അവൾക്ക് തീർത്തും അന്യമായിരുന്നു. അവിടെയുള്ള ആഡംബരങ്ങൾക്കിടയിൽ താനൊരു വലിയ അബദ്ധമാണെന്ന് അവൾക്ക് തോന്നി. ഭയന്നൊരു മൂലയിലേക്ക് മാറി നിൽക്കുന്ന അവളെ അയാൾ ശ്രദ്ധിച്ചു. വളരെ ശാന്തനായി എന്നാൽ സ്നേഹം നിറഞ്ഞ ശബ്ദത്തിൽ അയാൾ പറഞ്ഞു, ഭയപ്പെടേണ്ട അമൃത, ഞാൻ നിന്നെ ഒന്നും നിർബന്ധിക്കുന്നില്ല. ഈ വീടിൻ്റെ മരുമകളായി നിന്നെ ഞാൻ കൊണ്ടുവന്നത് നിന്നെ ഒരു തടവുകാരിയാക്കാൻ അല്ല. നിനക്കിഷ്ടമുള്ളതുപോലെ ഇവിടെ കഴിയാം. നിനക്ക് സാവകാശം വേണമെങ്കിൽ ഈ മുറി നിനക്ക് സ്വന്തമായി ഉപയോഗിക്കാം. ഞാൻ മറ്റൊരു മുറിയിലേക്ക് മാറിക്കൊള്ളാം. അയാളുടെ ആ വാക്കുകൾ അവളുടെ ഉള്ളിലെ ഭയത്തെ ഒരു പരിധി വരെ ഇല്ലാതാക്കി. ഈ മനുഷ്യൻ്റെ പുറമേയുള്ള ഗൗരവത്തെ പുറം മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കുന്ന വലിയൊരു ഹൃദയമുണ്ടെന്ന് അവൾ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. സാറേ, എനിക്ക് കുഴപ്പമില്ല എന്നവൾ പതുക്കെ പറഞ്ഞു. സാറേ എന്ന് വിളിക്കണ്ട, എന്നെ എൻ്റെ പേര് വിളിച്ചാൽ മതി.
എന്ന് പറഞ്ഞ് അയാൾ പതുക്കെ ചിരിച്ചു. ആ ചിരിയിൽ വർഷങ്ങളായി അയാൾ അനുഭവിച്ചിരുന്ന ഏകാന്തതയുടെ ഒരു നിഴൽ അവൾക്ക് കാണാമായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ 4 മണിക്ക് തന്നെ അവൾ ഉണർന്നു. ആ വീട്ടിലെ കൊച്ചമ്മയാണെന്ന സത്യമൊന്നും അവളുടെ വർഷങ്ങളോളമുള്ള ശീലങ്ങളെ മാറ്റിയിരുന്നില്ല. കണ്ണു തുറന്നപ്പോൾ തന്നെ അവൾക്ക് തൻ്റെ പഴയ വീടും അടുക്കളയുമാണ് ഓർമ്മ വന്നത്. അവൾ പതിയെ എഴുന്നേറ്റ് മുടി ഒതുക്കി കെട്ടി നേരെ താഴേക്ക് അടുക്കളയിലേക്ക് നടന്നു. അവിടെയുള്ള ജോലിക്കാർ അപ്പോഴേക്കും എത്തി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അടുക്കളയിലേക്ക് കയറി വരുന്ന അവളെ കണ്ട് അവർ ഞെട്ടിപ്പോയി. പഴയ ഒരു ജോലിക്കാരൻ പരിഭ്രമത്തോട് ചോദിച്ചു, മാഡം എന്തിനാ ഇത്ര രാവിലെ ഇങ്ങോട്ട് വന്നത്? ഇപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ മരുമകളാണ്. ഇവിടുത്തെ പണികളൊക്കെ ഞങ്ങൾ ചെയ്തോളാമല്ലോ. അമൃത തൻ്റെ പതിവ് നിഷ്കളങ്കമായ പുഞ്ചിരിയോട് മറുപടി പറഞ്ഞു. അതൊന്നും സാരമില്ല ചേട്ടാ, എനിക്ക് വെറുതെ ഇരിക്കാൻ വയ്യ. എനിക്കിതൊക്കെ ശീലമുള്ളതല്ലേ. ഞാൻ എല്ലാവർക്കും ഒരു ചായ ഉണ്ടാക്കാം. അവൾ തന്നെ പാത്രങ്ങൾ എടുത്ത് ഗ്യാസ് കത്തിച്ച് ചായ ഉണ്ടാക്കാൻ തുടങ്ങി. ജോലിക്കാർ അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു. പണം വന്നപ്പോൾ അഹങ്കരിക്കാത്ത അവളുടെ ആ ലാളിത്യം അവളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ചൂടുള്ള ചായയുമായി അവൾ അയാളുടെ മുറിയിലേക്ക് ചെന്നു. അയാൾ ലാപ്ടോപ്പിൽ എന്തോ ജോലിയിലായിരുന്നു. അവൾ ചായക്കപ്പ് മേശപ്പുറത്ത് വെച്ചപ്പോൾ അയാൾ അത്ഭുതത്തോടെ തലയുയർത്തി നോക്കി. നീ എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്കിവിടെ വിശ്രമിക്കാനല്ലേ? അയാൾ ചോദിച്ചു. എനിക്ക് ചുമ്മാ ഇരുന്നാൽ വട്ടാകും. എനിക്ക് ജോലി ചെയ്ത് ശീലമാണ്. പണം വന്നതുകൊണ്ട് മാത്രം കൈകൾക്ക് വിശ്രമം നൽകാൻ എനിക്ക് കഴിയില്ല. അവൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി. അയാൾ ആ ചായ എടുത്ത് കുടിച്ചു. വർഷങ്ങളായി ആ വലിയ വീട്ടിൽ പലരും ചായ ഉണ്ടാക്കാൻ നൽകാറുണ്ട്. പക്ഷേ അതിലൊന്നുമില്ലാത്ത സ്നേഹത്തിൻ്റെ തൻ്റെ സ്വന്തം വീടെന്ന അനുഭവത്തിൻ്റെ രുചിയിൽ ആ ചായയിൽ അയാൾക്ക് തോന്നി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അവൾ പതിയെ ആ വലിയ വീടിൻ്റെ ഓരോ കോണും തൻ്റെ സ്നേഹസ്പർശം എത്തിച്ചു തുടങ്ങി. മരവിച്ച് കിടരുന്ന ആ മാളികയിൽ ആദ്യമായി ഉച്ചത്തിലുള്ള ചിരികളും വർത്തമാനങ്ങളും മുഴങ്ങി. അവിടുത്തെ പ്രായമായ ജോലിക്കാരോട് അവൾ സ്വന്തം അച്ഛനമ്മമാരെ പോലെ പെരുമാറി. അവളുടെ സുഖവിവരങ്ങൾ തിരക്കി. അവർക്ക് കൃത്യമായ മരുന്നും ഭക്ഷണവും ഉറപ്പുവരുത്തി. പ്രായമായ ഒരു ജോലിക്കാരൻ സൂര്യകൃഷ്ണനോട് കണ്ണീരോടെ പറഞ്ഞു, സാറേ, ഈ മാളികയിലെ കൊച്ചമ്മ എന്നതിലുപരി അവൾ ഞങ്ങൾക്ക് സ്വന്തം മകളെ പോലെയാണ്. ഇത് കേട്ട് നിൽക്കുകയായിരുന്ന അയാളുടെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ ആവാത്ത ഒരു സന്തോഷം നിറഞ്ഞു. താൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് അയാൾക്ക് പൂർണ്ണമായി ബോധ്യമായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വലിയ സന്തോഷം അവളെ തേടിയെത്തി. ആശുപത്രിയിൽ നിന്ന് അമ്മ ഡിസ്ചാർജ് ചെയ്തു. അവരെ വീണ്ടും ആ പഴയ വാടക വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് അവൾ കരുതിയത്. എന്നാൽ അയാൾ അവളെയും കൂട്ടി ആശുപത്രിയിൽ എത്തി. എന്നിട്ട് അവിടുന്ന് അമ്മയെയും അനിയനെയും നേരെ ഈ വീട്ടിലേക്കാണ് കൊണ്ടുവന്നത്. വണ്ടിയുടെ വാതിൽ തുറന്ന് അമ്മയെ താഴെ ഇറക്കുമ്പോൾ അയാളോട് പറഞ്ഞു, ഇനി നിങ്ങളുടെ കുടുംബം ഈ പഴയ വീട്ടിലല്ല, ഈ എൻ്റെ തറവാട്ടിലാണ്. അയാളുടെ മനസ്സ് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. നന്ദുവിൻ്റെ പഠന ചെലവുകൾ ഇനി എൻ്റെ ഉത്തരവാദിത്തമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. ലോകത്ത് ഒരു മനുഷ്യനെ ഇത്ര വലിയൊരു കരുണ കാണിക്കാൻ കഴിയുമോ എന്നവൾ അത്ഭുതപ്പെട്ടു. അമ്മ കരഞ്ഞുകൊണ്ട് അയാളുടെ കൈകളിൽ പിടിച്ചു. അമൃത നന്ദിയോടെ അയാളെ നോക്കി. ആ നോട്ടത്തിൽ താൻ ഇന്ന് വരെ അനുഭവിച്ച സങ്കടങ്ങളുടെ എല്ലാം അവസാനമായിരുന്നു. അയാൾ തന്നെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നില്ല, മറിച്ച് തനിക്കും തൻ്റെ കുടുംബത്തിനും സ്വർഗതുല്യമായ ഒരു ജീവിതം നൽകി സംരക്ഷിക്കുകയായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു. ആ വലിയ തറവാട് അവളുടെ യഥാർത്ഥത്തിൽ ഒരു വീടായി മാറുകയായിരുന്നു. ആ വീട്ടിലെ ദിവസങ്ങൾ ശാന്തമായി കടന്നു പോവുകയാണ്. അയാൾ ആ വലിയ തീരുമാനമെടുത്തത് അവളെ തൻ്റെ ഭാര്യയായി ആ വീട്ടിലെ കൊച്ചമ്മയായി കൊച്ചിയിലെ സമൂഹത്തിന് മുന്നിൽ ഔദ്യോഗികമായി പരിചയപ്പെടുത്തണം. തൻ്റെ കമ്പനിയിലെ ജോലിക്കാർക്കും നഗരത്തിലെ പ്രമുഖ ബിസിനസ്സുകാർക്കും വേണ്ടി വലിയൊരു പാർട്ടി അയാൾ അവിടെ ഒരുക്കി. കൊച്ചിയിലെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള കാറ്ററിംഗ് സർവീസുകാരും ഡെക്കറേഷൻകാരും ആ തറവാട്ടിനെ ഒരു സ്വർഗമാക്കി മാറ്റി. എന്നാൽ പുറത്ത് ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോഴും മുകളിലത്തെ നിലയിലെ വലിയ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന അവളുടെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു. അയാൾ അവൾക്കായി വാങ്ങിയ വിലപിടിപ്പുള്ള ചുവന്ന പട്ടുസാരിയും തിളങ്ങുന്ന വജ്രാഭരണങ്ങളും അണിഞ്ഞു നിൽക്കുമ്പോൾ അവൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തൻ്റെ മെലിഞ്ഞ കഴുത്തിൽ അണിഞ്ഞ ആ വലിയ നെക്ലസ് ഒരു ഇരുമ്പ് ചങ്ങലയുടെ ഭാരമുള്ളതായി അവൾക്ക് തോന്നി. ആ കണ്ണാടിയിൽ അവൾ കണ്ടത് ആ വീട്ടിലെ കൊച്ചമ്മയല്ല, മറിച്ച് മുഷിഞ്ഞ കോട്ടൺ സാരി ഉടുത്ത് ആ വീട്ടിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകിയിരുന്ന പഴയ അവളെയാണ്. ഈ ആഡംബരങ്ങൾ ഒന്നും തനിക്ക് ചേർന്നതല്ലല്ലോ. അപകർഷതാബോധം അവളെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു. കണ്ണുകൾ നിറയുന്നത് തടയാൻ അവൾ പാടുപെടുമ്പോഴാണ് അയാൾ അവളുടെ അടുത്തേക്ക് വന്നത്. അവളുടെ തണുത്ത് വിറയ്ക്കുന്ന കൈകൾ തൻ്റെ കൈക്കുള്ളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പതുക്കെ പറഞ്ഞു, നീ അതിമനോഹരിയാണ്.
അമൃത, ആരെയും ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്. അയാളുടെ ആ വാക്കുകൾ നൽകിയ ധൈര്യത്തിൽ അവൾ പതുക്കെ അയാളോടൊപ്പം താഴേക്ക് പടികൾ ഇറങ്ങിച്ചെന്നു. ആ വീടിൻ്റെ വലിയ ഹാൾ അതിഥികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ് വിമന്മാരും അവരുടെ ആഡംബരവും വെളിവാക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ ഭാര്യമാരും അവിടെ ഉണ്ടായിരുന്നു. പടികൾ ഇറങ്ങി വരുന്ന അയാളെയും അവളെയും കണ്ടപ്പോൾ ഹാളിൽ പെട്ടെന്നൊരു നിശബ്ദത പടർന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവളിലായിരുന്നു. അപരിചിതമായ ആ നോട്ടങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവളുടെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാൾ പലർക്കായി അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരും ഉപചാരപൂർവ്വം ചിരിച്ചു. എങ്കിലും അവരുടെ കണ്ണുകളിൽ എന്തൊക്കെയോ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതായി അവൾക്ക് തോന്നി. വിരുന്ന് പുരോഗമിക്കുന്നതിനിടയിലാണ് അയാളുടെ ബിസിനസ് പങ്കാളിയായ മേനോനും അയാളുടെ ഭാര്യ അവിടേക്ക് വന്നത്. അഹങ്കാരം വസ്ത്രം ധരിച്ചതുപോലെയായിരുന്നു മേനോൻ്റെ ഭാര്യയുടെ നിൽപ്പ്. അവർ അവളെ അടിമുടി ഒന്ന് ഉറ്റുനോക്കി. പുച്ഛം നിറഞ്ഞൊരു ചിരിയോടെ അവർ ചോദിച്ചു, "ഓ, ഇതാണോ ഇവിടുത്തെ കൊച്ചമ്മ? ഇവിടെ നിന്നാണ് ഇവളെ നീ കണ്ടെത്തിയത്? ഏത് വലിയ ബിസിനസ്സുകാരൻ്റെ മകളാണ് കണ്ടിട്ട്? അങ്ങനെ വലിയ തറവാട്ടിലെ കുട്ടിയാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ." ആ ചോദ്യം കേട്ടതും അവൾ തരിച്ചു നിന്നുപോയി. അവളുടെ തൊണ്ടയിൽ വാക്കുകൾ കുരുങ്ങി. എന്തു മറുപടി പറയണമെന്നറിയാതെ അവൾ അയാളുടെ മുഖത്തേക്ക് നിസ്സഹായമായി നോക്കി. എന്നാൽ അവൾക്ക് മറുപടി പറയാൻ അവസരം നൽകാതെ മേനോൻ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി, "അല്ലല്ല, ഇവളെ എനിക്ക് നന്നായിട്ടറിയാം. ഇവിടുത്തെ എന്ത് വലിയ തറവാടാണ്. നിൻ്റെ ഈ വീട്ടിലെ പഴയ വേലക്കാരി ആയിരുന്നില്ലേ ഇവൾ? ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ ഇവിടുത്തെ മുറ്റമടിക്കുകയും. എന്നാലും സൂര്യ, നീ ആള് കൊള്ളാം. നിന്നെ സമ്മതിക്കണം. ഒരു വേലക്കാരിയെ പട്ടുസാരി ഉടുപ്പിച്ച് റാണിയാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ." മേനോൻ്റെ ആ വാക്കുകൾ ആ വലിയ ഹോളിൽ മുഴങ്ങി. ആരും ഒന്നും മിണ്ടിയില്ല. എല്ലാവർക്കും ഒരു പരിഹാസം പോലെ. എന്നിട്ടും പലരും പരസ്പരം നോക്കി അടക്കം പറയും ചിരിക്കാനും തുടങ്ങി. എന്നിട്ട് അവൾ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അവളുടെ ലോകം തന്നെ അവിടെ കറങ്ങി വീഴുന്നത് പോലെ അവൾക്ക് തോന്നി. തന്നെ ജീവനോടെ ആരോ തൊലി ഉരിഞ്ഞെടുക്കുന്നത് പോലെയുള്ള വേദന അവൾ അനുഭവിച്ചു. അണിഞ്ഞിരുന്ന ആ വിലപിടിപ്പുള്ള പട്ടുസാരിയും സ്വർണ്ണാഭരണങ്ങളും തന്നെ നോക്കി കൊഞ്ഞണം കുത്തുന്നതായി അവൾക്ക് തോന്നി. പണമുണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് മനുഷ്യനെ വിലയുള്ളൂ. ദാരിദ്ര്യം ഇത്ര വലിയൊരു തെറ്റാണോ? താനൊരു വേലക്കാരിയായി പോയത് തൻ്റെ കുറ്റമാണോ? അവളുടെ തല കുനിഞ്ഞുപോയി. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒരു പൊട്ടിക്കരച്ചിലായി പുറത്തേക്ക് വരാൻ വെമ്പൽ കൊണ്ടു. താൻ ഈ വലിയ മനുഷ്യനെ, ഈ വലിയ വീടിന് ഒരു തീരാ കളങ്കമാണെന്ന് അവൾക്ക് തോന്നി. തൻ്റെ പഴയ ഭൂതകാലം അയാളുടെ അന്തസ്സിനെ ഇടിച്ചു താഴ്ത്തുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ തിരിച്ചറിയുകയായിരുന്നു. അവിടെ കൂടി നിൽക്കുന്ന പരിഹാസം നിറഞ്ഞ നോട്ടങ്ങൾ നേരിടാൻ അവൾക്ക് കഴിഞ്ഞില്ല. പെട്ടെന്ന് അയാൾ ദേഷ്യത്തോടെ മേനോനെ നേരെ തിരിയുന്നത് അവൾ കണ്ടു. എന്നാൽ അതിനു മുമ്പ് തന്നെ അവളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരുന്നു. അവൾ പെട്ടെന്ന് അയാളുടെ കൈകളിൽ നിന്ന് പിടിവിട്ട് വെച്ചു. കണ്ണുനീർ കാഴ്ചകളെ മറച്ചുകൊണ്ട് അവൾ ആൾക്കൂട്ടത്തിനിടയിലൂടെ മുകളിലത്തെ നിലയിലേക്ക് ഓടി. പിന്നിൽ നിന്നും അയാൾ വിളിക്കുന്നത് അവൾ കേട്ടു. പക്ഷെ അവൾ നിന്നില്ല. മുറിയിലെത്തി വാതിലടച്ചു കുറ്റിയിട്ടു. അവൾ ആ തണുത്ത തറയിലേക്ക് വീണു. പൊട്ടിക്കരഞ്ഞ് കഴുത്തിലെ സ്വർണ്ണാഭരണങ്ങൾ അവൾ വലിച്ചൂരിയെറിഞ്ഞു. കണ്ണാടിയിലെ തൻ്റെ പ്രതിബിംബത്തെ അവൾ വെറുപ്പോടെ നോക്കി. "എനിക്കിതിന് കഴിയില്ല. ഈ ലോകം എൻ്റേതല്ല. ഞാൻ ഈ വലിയ വീടിന് ചേർന്നതല്ല" എന്നവൾ വീണ്ടും വീണ്ടും വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്നു. തൻ്റെ ദാരിദ്ര്യവും പഴയ ജീവിതവും തന്നെ ഒരിക്കലും വെറുതെ വീടില്ലെന്നും താൻ എക്കാലവും മറ്റുള്ളവരുടെ മുന്നിൽ വെറുമൊരു വേലക്കാരി മാത്രമായിരിക്കും എന്നുള്ള സത്യം അവളുടെ ഹൃദയത്തെ ലക്ഷങ്ങളായി നുറുക്കുകയായിരുന്നു. ആ വലിയ മുറിയുടെ നിശബ്ദതയിൽ അവളുടെ ഹൃദയം പൊട്ടിയുള്ള തേങ്ങലുകൾ മാത്രം അലയടിച്ചു കൊണ്ടിരുന്നു. പാട്ടിയിലെ ആ ദുരന്ത രാത്രിക്ക് ശേഷം ആ വീടിൻ്റെ പുലരി പിറന്ന വലിയൊരു നിശബ്ദതയോടെ ആയിരുന്നു. ഉറക്കമില്ലാത്ത ആ രാത്രിയുടെ ബാക്കിപത്രമായി അവളുടെ കണ്ണുകൾ കരഞ്ഞു വീർത്തിരിക്കുന്നു. കട്ടിലിൻ്റെ ഒരു മൂലയിൽ കാൽമുട്ടുകളിൽ മുഖം ചേർത്ത് അവൾ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. നിലത്ത് വലിച്ചെറിയപ്പെട്ട ആ വിലപിടിപ്പുള്ള പട്ടുസാരി സ്വർണ്ണാഭരണങ്ങളും അവളെ നോക്കി വീണ്ടും വീണ്ടും പരിഹസിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. മേനോൻ്റെയും അയാളുടെ ഭാര്യയുടെയും ആ വാക്കുകൾ അവളുടെ കാതുകളിൽ ഒരു തീപ്പൊള്ളലായി എരിയുന്നുണ്ടായിരുന്നു. ഒരു വേലക്കാരിയെ പട്ടുസാരി ഉടുപ്പിച്ച് റാണിയാക്കാൻ. ആ വാചകം അവളുടെ നെഞ്ചിൽ ആഴത്തിലുള്ള മുറിവിലാണ് ഉണ്ടാക്കിയത്. ഈ വലിയ മാളികയിൽ താൻ വെറുമൊരു അലങ്കാര വസ്തുവായി, പണത്തിനു വേണ്ടി സ്വന്തം ആത്മാവിനെ വിറ്റവളായി മാറിക്കഴിഞ്ഞു എന്ന ചിന്ത അവളെ ശ്വാസം മുട്ടിച്ചു. അയാളുടെ അന്തസ്സിന് താൻ വലിയൊരു കളങ്കമാണെന്നും തൻ്റെ സാന്നിധ്യം അയാളെ സമൂഹത്തിന് മുന്നിൽ അപഹാസ്യനാക്കുകയാണെന്നും അവൾ ഉറപ്പിച്ചു.
എങ്ങനെയെങ്കിലും ഈ സ്വർണ്ണക്കൂടാരത്തിൽ നിന്ന് പുറത്തു കടക്കണം. തൻ്റെ ആ പഴയ ദാരിദ്ര്യമെങ്കിലും സ്വാതന്ത്ര്യമായ ലോകത്തേക്ക് തിരിച്ചു പോകണം എന്നവൾ തീരുമാനിച്ചു. വിറയ്ക്കുന്ന കാലുകളോടെ അവൾ അയാളുടെ മുറിയിലേക്ക് കടന്നു. അയാൾ ജനാലക്കരികിൽ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ആ വലിയ മനുഷ്യൻ്റെ മുഖത്തും വലിയൊരു സങ്കടം തളം കെട്ടി നിൽക്കുന്നത് അവൾ കണ്ടു. പക്ഷേ തൻ്റെ തീരുമാനം മാറ്റാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾ ചെറിയ ശബ്ദത്തിൽ വിളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കി. അവളുടെ തളർന്ന മുഖം കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു വേദന പടർന്നു. അവൾ പറഞ്ഞു, എനിക്കിനിയും ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. ഞാൻ ഈ വീടിന് ചേർന്നവളല്ല. പണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഇന്നലെ ആ പാർട്ടിയിൽ വെച്ച് എല്ലാവരും എന്നെ പുച്ഛത്തോടെയാണ് നോക്കിയത്. ഒരു പഴയ വേലക്കാരിയെ ഭാര്യയാക്കിയതിന് അവർ നിങ്ങളെയും പരിഹസിക്കുന്നത് നിങ്ങളുടെ അന്തസ്സിന് കളങ്കം വരുത്താൻ എനിക്ക് കഴിയില്ല. നിങ്ങളുടെ പ്രതാപത്തിന് ചേർന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് കണ്ടെത്താം. എന്നെ എൻ്റെ പഴയ വീട്ടിലേക്ക്. അവളുടെ ശബ്ദം പൊട്ടിക്കരച്ചിലായി മാറി. തൻ്റെ മുന്നിൽ നിസ്സഹയായി നിന്ന് വിതുമ്പുന്ന അവളെ കണ്ടു അയാളുടെ ഹൃദയം നുറുങ്ങി. അയാൾ സാവധാനം അവളുടെ അടുത്തേക്ക് നടന്നു നിന്നു. അവളുടെ തോളിൽ ഇരു കണ്ണുകളിലേക്ക് നോക്കി. അയാളുടെ ആ നോട്ടത്തിൽ ദേഷ്യമോ സഹതാപമോ ഉണ്ടായിരുന്നില്ല. മറിച്ച് അവൾ ഇന്നുവരെ കാണാത്തത്രയും ആഴത്തിലുള്ള പ്രണയവും ബഹുമാനവും നിറഞ്ഞിരുന്നു. അമൃത, അയാളുടെ ശബ്ദം വളരെ ശാന്തമായിരുന്നു. നീ നിന്നെ കാണുന്നത് മറ്റുള്ളവരുടെ കണ്ണിലൂടെയാണ്. ആ മേനോനും അയാളുടെ ഭാര്യയും കണ്ണിലൂടെ. പക്ഷേ ഞാൻ നിന്നെ കാണുന്നത് എൻ്റെ ഹൃദയം കൊണ്ടാണ്. പണമോ പദവിയോ അല്ല ഒരാളുടെ അന്തസ്സ് നിശ്ചയിക്കുന്നത്, അയാളുടെ സ്വഭാവമാണ്. ആ മേനോനേക്കാളും അയാളുടെ ഭാര്യയെക്കാളും എത്രയോ വലിയവളാണ് നീ. കാരണം നിൻ്റെ ഉള്ളിൽ മായം കലരാത്ത സ്നേഹമുണ്ട്, അലിവാർന്ന ഒരു മനസ്സുണ്ട്. അവർക്ക് പണത്തിൻ്റെ അഹങ്കാരം മാത്രമേ ഉള്ളൂ. അയാൾ ഒരു നിമിഷം നിർത്തി ദീർഘമായി ശ്വാസം എടുത്തിട്ട് തുടർന്നു. അന്ന് 10 ലക്ഷം രൂപ ചോദിച്ചു നീ എൻ്റെ മുന്നിൽ കരഞ്ഞപ്പോൾ വിവാഹം എന്നൊരു നിബന്ധന ഞാൻ വെച്ചത് നിൻ്റെ നിസ്സഹായതയെ മുതലെടുക്കാൻ ആയിരുന്നില്ല അമൃത. അതിനു മുൻപ് തന്നെ പലതവണ ഞാൻ നിന്നെ അറിയാതെ നിന്നെ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ വീട്ടിലെ ജോലിക്കാർക്കിടയിൽ നീ കാണിക്കുന്ന കരുണയും നിൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള നിൻ്റെ പോരാട്ടവും കണ്ടപ്പോൾ എനിക്ക് നിന്നോട് വലിയ ബഹുമാനം തോന്നിയിരുന്നു. പണമില്ലാതെയും മറ്റുള്ളവർക്ക് നൽകാൻ നിൻ്റെ കയ്യിൽ ഒരുപാട് സ്നേഹമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അമൃത നിശബ്ദയായി നിന്നുപോയി. അയാൾ തന്നെ നിരീക്ഷിച്ചിരുന്നുവോ? തന്നെ ഇത്രയുമധികം മനസ്സിലാക്കിയിരുന്നുവോ? അവരുടെ ഉള്ളിലെ ചോദ്യങ്ങൾക്കെല്ലാം അയാൾ മറുപടി നൽകുകയായിരുന്നു. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, പണം കണ്ടു വരുന്നവർ അല്ല, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവളെ നീ കൂടാവൂ എന്ന്. നിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു പെൺകുട്ടി നീയാണെന്ന്. ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിക്കുകയായിരുന്നില്ല അമൃത. നീ അറിയാതെ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയായിരുന്നു. സ്നേഹമില്ലാതെ എനിക്ക് നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നോ? നീ പോയാൽ ഈ വീടിൻ ഞാൻ ഒറ്റയ്ക്കാകും. വീണ്ടും വെറും ഒരു കെട്ടിടമായി മാറിപ്പോകും. ഇവിടെ ജീവൻ ഉണ്ടാവില്ല, സ്നേഹമുണ്ടാവില്ല. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ വലിയ മനുഷ്യൻ തൻ്റെ മുന്നിൽ ഹൃദയം തുറന്നു നൽകുന്നത് കണ്ട് അവളുടെ ശ്വാസം നിലച്ചുപോയി. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ കൈവിട്ടു. എന്നിട്ട് പറഞ്ഞു, അമൃത, നിനക്ക് പോകണമെങ്കിൽ പോകാം. നിൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊള്ളാം. അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിന്നെ ഞാൻ ഇവിടെ നിർബന്ധിച്ചു തടഞ്ഞു വയ്ക്കില്ല. കാരണം സ്നേഹം ഒരിക്കലും ഒരാളെ തളച്ചിടാനുള്ളതല്ല, അത് സ്വാതന്ത്ര്യം നൽകുന്നതിനുള്ളതാണ്. അയാളുടെ ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിലെ അവസാനത്തെ മഞ്ഞുകട്ടയും അലിയിച്ചു കളഞ്ഞു. താൻ വിചാരിച്ചിരുന്നത് അയാൾ തൻ്റെ ദാരിദ്ര്യത്തെ വിലയ്ക്ക് വാങ്ങുകയാണെന്നാണ്. തന്നെ വെറും ഒരു ഉപകരണം പോലെ കണ്ടതാണെന്ന്. പക്ഷേ ഈ ഭൂമിയിൽ തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന മറ്റാരുമില്ലെന്ന് ആ നിമിഷം അവൾ തിരിച്ചറിഞ്ഞു. ആ ആഴത്തിലുള്ള സ്നേഹത്തിന് മുന്നിൽ തൻ്റെ അപകർഷതാബോധവും ഭയവും സമൂഹത്തിൻ്റെ ഈ പരിഹാസവും ഒന്നുമല്ലെന്ന് അവൾക്ക് തോന്നി. പണത്തേക്കാൾ എത്രയോ മുകളിലാണ് തന്നെ ചേർത്ത് പിടിക്കുന്ന ഈ കൈകളുടെ വില. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അയാളുടെ നെഞ്ചിലേക്ക് വീണു. ആ നെഞ്ചിൽ മുഖം അമർത്തി അയാളെ ഇറുകി കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, താൻ എങ്ങും പോകുന്നില്ല. ഈ വീട്ടിൽ തന്നെ തങ്ങളുടെ കൂടെ തന്നെ താമസിക്കും. ഞാൻ ഒരിക്കലും പോകില്ല. നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. എന്നോട് ക്ഷമിക്കണം. ആ വലിയ മുറിയിൽ ആദ്യമായി അവരുടെ 2 ഹൃദയങ്ങളും ഒരേ താളത്തിൽ താളമെടുപ്പിൽ
മിടിച്ചുകൊണ്ട് വർഷങ്ങളോളമുള്ള ഏകാന്തതയ്ക്കും വേദനകൾക്കും ഒടുവിൽ യാതൊരു മറകളുമില്ലാതെ ആ പവിത്രമായ യഥാർത്ഥ സ്നേഹം പൂർണ്ണമായി പൂത്തുവിടരുകയാണ്. അങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞു. നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തലയോർത്തി നിൽക്കുന്ന ആ വലിയ വീട് ഇപ്പോൾ പഴയതുപോലെയല്ല. ഒരിക്കൽ നിശബ്ദതയും ഗൗരവവും മാത്രം തളക്ക് കെട്ടി നിന്നിരുന്ന ആ വലിയ മാളികയിൽ ഇന്നിപ്പോൾ സന്തോഷവും സംഗീതവും നിറഞ്ഞു നിൽക്കുന്നു. ആ മാറ്റത്തിന് കാരണക്കാരിയായ ഒരാൾ മാത്രമായിരുന്നു അമൃത. അടുക്കളപ്പുറത്തെ ഇരുട്ടിൽ എച്ചിൽപാത്രങ്ങൾ കഴുകിയായിരുന്ന ആ പഴയ വേലക്കാരിയിൽ നിന്നും ആ വീടിൻ്റെ ജീവശ്വാസമായി അവൾ മാറിയിരുന്നു. അവൾ വെറുമൊരു കൊച്ചമ്മയായിരുന്നില്ല, മറിച്ച് ആ വീട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറുകയായിരുന്നു. പണ്ടത്തെ ആ ഭയം ഉള്ള പെൺകുട്ടിയിൽ നിന്ന് ആത്മവിശ്വാസവും സ്നേഹവും കൊണ്ട് ഒരു വലിയ സാമ്രാജ്യത്തെ നയിക്കുന്നവളായി അവൾ വളർന്നു. അയാളുടെ അചഞ്ചലമായ സ്നേഹവും കരുതലും അവൾക്ക് നൽകിയ കരുത്ത് ചെറുതായിരുന്നില്ല. അവളുടെ കുടുംബത്തെയും ഇരുണ്ട കാലം എന്നേക്കുമായി അവസാനിച്ചു. വാടക വീട്ടിലെ ദാരിദ്ര്യവും കണ്ണീരും അവരുടെ ഓർമ്മകളിൽ ഒരു ദുർസ്വപ്നം മാത്രമായി അവശേഷിച്ചു. ആ വീട്ടിലെ ജോലിക്കാരുടെ മക്കളോടൊപ്പം കൊച്ചുമക്കളെപ്പോലെ കളിച്ചു ചിരിക്കുന്ന ആ അമ്മയുടെ മുഖത്ത് ഇപ്പോൾ സമാധാനത്തിൻ്റെ നിലാവെളിച്ചമുണ്ട്. അനിയൻ നന്ദുവും കൊച്ചിയിലെ ഏറ്റവും മികച്ച കോളേജിൽ ഉയർന്ന മാർക്കോടെ പഠനം തുടരുകയാണ്. വലിയൊരു കമ്പനിയുടെ തലവനാകണമെന്ന അവൻ്റെ സ്വപ്നങ്ങൾക്ക് അയാൾ സ്വന്തം അച്ഛനെപ്പോലെ താങ്ങായി നിന്നു. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ലഭിച്ച ഈ സന്തോഷം കാണുമ്പോൾ അവളുടെ കണ്ണുകൾ കൃതാർത്ഥതയോടെ നിറയുകയായിരുന്നു. എത്രയൊക്കെ പണവും പ്രതാപവും വന്നപ്പോഴും അവൾ തൻ്റെ ഭൂതകാലം മറന്നില്ല. വിശപ്പിൻ്റെയും വിലയും ദാരിദ്ര്യത്തിൻ്റെ നോവും നന്നായി അറിയുന്ന അവൾ ആ വീടിൻ്റെ വിശാലമായ കോമ്പൗണ്ടിൻ്റെ ഒരറ്റത്ത് പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു ചെറിയ വിദ്യാലയവും അഭയകേന്ദ്രവും ആരംഭിച്ചു. തെരുവുകളിൽ അലയുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുരുന്നുകൾക്ക് അവിടെ അക്ഷരങ്ങളും അന്നവും സ്നേഹവും ലഭിച്ചു. തൻ്റെ ഭാര്യയുടെ ഈ സൽപ്രവൃത്തിക്ക് പൂർണ്ണ പിന്തുണയുമായി അയാളും എപ്പോഴും കൂടെ നിന്നു. പഴയ ജോലിക്കാരെല്ലാം ഇപ്പോൾ അവളെ തങ്ങളുടെ സ്വന്തം മകളെ പോലെയാണ് കാണുന്നത്. ഒരിക്കൽ തന്നെ ശാസിച്ചിരുന്ന മാനേജർ പോലും ഇന്ന് അതിയായ ബഹുമാനത്തോടെയാണ് അവളോട് സംസാരിക്കുന്നത്. കാലം കരുതി വെച്ച ഏറ്റവും മനോഹരമായ കാവ്യനീതി അവളെ തേടിയെത്തി. മറ്റൊരു വൈകുന്നേരങ്ങളിലായിരുന്നു ഒരിക്കൽ പാർട്ടിയിൽ വെച്ച് അവളെ പരിഹസിച്ച് അപമാനിച്ച ബിസിനസ് പാർട്ട്ണർ മേനോനും ഭാര്യയും വീണ്ടും ഒരു സുപ്രധാന മീറ്റിങ്ങിനായി ആ വീട്ടിൽ എത്തിയത്. അന്ന് തലകുനിച്ച് കണ്ണീരോടെ ഓടി ഒളിച്ച ആ പഴയ വേലക്കാരിയെ പ്രതീക്ഷിച്ചാണ് അവർ ഇന്നും വന്നത്. എന്നാൽ പോകുമ്പോഴത്തേക്ക് ഇറങ്ങി വന്ന അവളെ കണ്ട് അവർ ശരിക്കും ഞെട്ടിപ്പോയി. വലിയ സ്വർണ്ണാഭരണങ്ങളോ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ അല്ല അവളെ സുന്ദരിയാക്കിയത്, മറിച്ച് അവളുടെ കണ്ണുകളിലെ ആത്മവിശ്വാസവും മുഖത്തെ പ്രസരിപ്പുമായിരുന്നു. വളരെ മാന്യമായ തികഞ്ഞ അന്തസ്സോടെ അവൾ അവരെ സ്വാഗതം ചെയ്തു. അവരുടെ ബിസിനസ് കാര്യങ്ങൾ കൃത്യമായി അഭിപ്രായങ്ങൾ പറയുന്ന സൂര്യകൃഷ്ണൻ്റെ കരുത്തറ്റ പങ്കാളിയായി മാറിയ അമൃതയെ കണ്ടപ്പോൾ മേനോൻ്റെയും ഭാര്യയുടെയും തലകൾ അറിയാതെ കുനിഞ്ഞുപോയി. തങ്ങൾ അന്ന് പരിഹസിച്ചത് വെറുമൊരു വേലക്കാരിയല്ല, മറിച്ച് ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശിയാണെന്ന് അവർക്ക് മനസ്സിലായി. കുറ്റബോധത്തോടെ അവർ അവളെ നോക്കിയപ്പോൾ യാതൊരു പകയുമില്ലാതെ ഒരു പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവളുടെ മറുപടി. അവളുടെ ആ വലിയ മനസ്സിന് മുന്നിൽ അവർ തോൽവി സമ്മതിക്കുകയായിരുന്നു. അന്ന് രാത്രി ആ വീട്ടിലെ മനോഹരമായ ബാൽക്കണിയിൽ നിലാവെളിച്ചത്തിൽ അയാൾക്കൊപ്പം ഇരിക്കുമ്പോൾ അവളുടെ മനസ്സ് ശാന്തമായിരുന്നു. കൊച്ചി നഗരം താഴെ ദീപാലങ്കൃതമായി തിളങ്ങുകയായിരുന്നു. ഒരിക്കൽ ആ നഗരത്തിലെ ഒരു ഇടുങ്ങിയ വഴിയിൽ വെറും കൈയോടെ നിന്ന് തന്നെ ഈ നഗരത്തിൻ്റെ തന്നെ നെറുകയിൽ എത്തിച്ച ഈ മനുഷ്യൻ അവൾ സ്നേഹത്തോടെ നോക്കി അയാളുടെ ഉള്ളിലേക്ക് ചാഞ്ഞു. ആ വലിയ കൊട്ടാരത്തിൻ്റെ ആത്മാവായി മാറിയ അവളുടെ ഈ ഒരു കഥ ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണീരിൽ തുടങ്ങി പരസ്പരം തിരിച്ചറിഞ്ഞ രണ്ട് ഹൃദയങ്ങളുടെ ആലിംഗനത്തിൽ അവസാനിക്കുന്ന സ്നേഹത്തിൻ്റെ അനശ്വരമായ ഒരു കാവ്യമായി മാറി. പണവും പ്രതാപവും ഉള്ളതുകൊണ്ടല്ല, മറിച്ച് വേദനകൾ മനസ്സിലാക്കുന്ന രണ്ട് ഹൃദയങ്ങൾ ഒന്നിച്ചപ്പോഴാണ് ഈ വലിയ മാളിക യഥാർത്ഥത്തിൽ ഒരു സ്വർഗമായി മാറിയത്.